പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 സെപ്റ്റംബർ മാസം 29-ാം തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ ഈ മാസത്തിന്റെ 5-ാമത്തെയും അവസാനത്തേതുമായ വിശുദ്ധ ദിനത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് നമുക്ക് അനുവാദം നൽകിയിരിക്കുന്നു. ഈ ദിനം നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവകൃപ അനുഭവിപ്പാൻ ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 12-ാം വാക്യം. റോമൻസ് ചാപ്റ്റർ 10 വേഴ്സ് 12 നാം ഇപ്രകാരം വായിക്കുന്നു: യഹൂദൻ എന്നും യവനൻ എന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ ആകുന്നു. അപ്പോസ്തലനായ പൗലോസ് എല്ലാ അർത്ഥത്തിലും ഉയർന്ന നിലവാരത്തിൽ ജീവിച്ച് വളർന്ന് പ്രവർത്തിച്ചു വന്നവൻ. ആ പൗലോസ് വളരെ ശക്തമായി പറയുന്നു, യഹൂദനെന്നോ യവനനെന്നോ യാതൊരു വ്യത്യാസവും ഇല്ല. എന്താണ് പ്രധാനം? 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും. യേശുവിൽ വിശ്വസിക്കുക, വചനത്തിൽ അടിയുറയ്ക്കുക, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരിക. അതിനെ സാധൂകരിച്ചുകൊണ്ട് 12-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, യഹൂദനെന്നോ യവനനെന്നോ ഒരു വേർകൃത്യവും വ്യത്യാസവും ഇക്കാര്യത്തിലില്ല. കാരണം കർത്താവ് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് യഹൂദനെ രക്ഷിക്കാനാണേലും യവനനെ രക്ഷിക്കാനാണേലും ഈ ലോകത്തിലെ ആരെ രക്ഷിക്കാനാണെങ്കിലും യേശു എന്ന ഏക രക്ഷകനേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് അവിടെ ഒരു വേർകൃത്യം വരുന്നത്? അതെ, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം ഈ കർത്താവ്, ഈ ഏക രക്ഷകൻ സമ്പന്നനാണ്. അതെ പ്രിയമുള്ളവരെ, കർത്താവിനെ വിളിക്കുന്നവന്റെ കുടുംബ പശ്ചാത്തലമോ പാരമ്പര്യമോ സഭാ പശ്ചാത്തലമോ മറ്റ് യാതൊരു ക്രൈറ്റീരിയയും മനുഷ്യർ പറയുന്ന യോഗ്യതകളും നോക്കിയല്ല കർത്താവ് ആ വിളിച്ചപേക്ഷിക്കുന്ന വ്യക്തിയുടെ വിളി കേൾക്കുന്നതും അനുഗ്രഹം നൽകുന്നതും. ഇത് ഈ നാളുകളിൽ ക്രൈസ്തവ ലോകം അല്പം കൂടെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ അവിശ്വാസികളെക്കാളും അക്രൈസ്തവരെക്കാളും വിശ്വാസികൾ എന്ന് പറയുന്ന ക്രൈസ്തവ സമൂഹത്തിനകത്താണ് ഇന്ന് വേർകൃത്യം കൂടുതൽ. അത് നാം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. വചനം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല. ആര് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നുവോ അവരെയാണ് കർത്താവ് സ്വീകരിക്കുന്നതും അവർക്ക് വേണ്ടത് നൽകുന്നതും. അങ്ങനെയെങ്കിൽ എന്റെയും നിങ്ങളുടെയും പാരമ്പര്യം, സഭയുടെ മഹിമ, ഞാൻ നിൽക്കുന്ന സഭയാണ് ഏറ്റവും നല്ലതും വലിയതും ഉയർന്നതും, ഇതല്ലേ നമ്മുടെ അവകാശവാദം. പക്ഷേ സഭയ്ക്ക് അകത്തേക്ക് നോക്കിയാൽ പുറത്തു പറയാൻ പറ്റാത്തതായ അനേക അനിഷ്ട സംഭവങ്ങളുടെ ഇരിപ്പിടവും കലവറയുമാണ്. അതുകൊണ്ട് നമ്മുടെ യാതൊരു യോഗ്യതയും പറഞ്ഞ് കർത്താവിന്റെ അടുക്കലോട്ട് ചെല്ലണ്ട. നാം ചെല്ലേണ്ടത് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച്, അതെ, ഹൃദയം കൊണ്ട് സ്വീകരിച്ച് വാ കൊണ്ട് ഏറ്റു പറഞ്ഞ് അവന്റെ അടുക്കലേക്ക് ചെന്നാൽ നിശ്ചയമായും
നമുക്ക് വേണ്ടത് നൽകുവാൻ കർത്താവ് സമ്പന്നനാണ്. ഈ വേണ്ടത് നൽകുക, സമ്പന്നൻ എന്നീ പദങ്ങൾ എപ്പോഴും ക്രൈസ്തവ ലോകത്തിൽ തെറ്റിദ്ധാരണ പരത്തുകയും പരത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ലോകപ്രകാരമുള്ള പ്രോസ്പെരിറ്റിയോ സമ്പത്തോ ആണോ ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്? അല്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്താണ്? അവന്റെ ആത്മാവിന്റെ രക്ഷ. അവനെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും നിത്യ നരകത്തിൽ നിന്നും നിത്യ ആജ്ഞയിൽ നിന്നും വിടുവിച്ച് നിത്യജീവൻ കൊടുക്കുക, നേടുക, പ്രാപിക്കുക. ഇതാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടത്. പിന്നെ സമ്പത്ത് വേണ്ടേ? ഭവനം വേണ്ടേ? പണം വേണ്ടേ? വേണം. അത് ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ജീവിത രീതിയും പണത്തിനോടും പ്രശസ്തിയോടും പ്രോപ്പർട്ടിയോടുമുള്ള നമ്മുടെ ആവേശവും കണ്ടാൽ നമ്മൾ ഒരിക്കലും മരിക്കുകയില്ലെന്നും ഈ ലോകത്തിൽ നിന്ന് മാറുകയില്ലെന്നും, 1000 10,000 വർഷം ഈ ഭൂമിയിൽ ജീവിക്കും എന്ന് നാം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ള നിലയിലാണ് നമുക്ക് പണത്തിനോടും ഈ ലോകത്തിന്റെ അനുബന്ധ സംഭവങ്ങളോടുമുള്ള താല്പര്യം. അല്ല, അത് തെറ്റാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പണം വേണം, വാഹനം വേണം, വീട് വേണം, ഭക്ഷണം വേണം, വസ്ത്രം വേണം, ഇവയൊക്കെ വേണം. ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനാണ്. ഇതൊന്നും നമ്മളെ നിത്യതയിൽ കൊണ്ടുപോകുന്നതല്ല. ഇതൊക്കെ നമ്മുടെ നിത്യജീവന്റെ നെസസിറ്റി മാത്രമാണ്. നിത്യതയിൽ എത്തണമെങ്കിൽ ഞാനും നിങ്ങളും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. ആ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ ഈ മേൽ പറയപ്പെട്ടതെല്ലാം തമ്പുരാൻ നമുക്ക് നൽകുവാൻ മതിയായവനാണ്. എന്ന് പറയുമ്പോൾ എല്ലാ രാവിലെയും പ്രാർത്ഥിച്ച് കർത്താവെ ഞാൻ നിന്നെ പിൻപറ്റുന്നു എന്ന് പറഞ്ഞ് കൈകെട്ടി ഇരിക്കാനല്ല. കർത്താവ് നമുക്ക് അതിനുള്ള ആലോചന, ബുദ്ധി, ആരോഗ്യം, കഴിവ്, പ്രാപ്തി, അവസരങ്ങൾ നൽകുമ്പോൾ അധ്വാനിക്കാനും അതിൽ കൂടെ നേടി ജീവിതം നയിക്കുവാനും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും പുലർത്തുവാനും കർത്താവിന്റെ വേലയിൽ മുതിർന്നു വരുവാനും അങ്ങനെ കർത്താവിനോട് ചേർന്ന് നിത്യജീവന്റെ ഉടമകളാകുവാനും ഇടയായിത്തീരും. അങ്ങനെയെങ്കിൽ ഈ വാക്യത്തെ നമുക്ക് ഇങ്ങനെ അപഗ്രഥിക്കാം: ആരെന്നോ എവിടെ നിന്നോ ഒരു വ്യത്യാസവുമില്ലാതെ രക്ഷകനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലിനെ പോറ്റി പുലർത്തുവാൻ, കാക്കുവാൻ, പരിപാലിക്കുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായവനാണ്, സമ്പന്നനാണ്, ശക്തനാണ്. ആ നിലയിൽ ഈ വിശുദ്ധ ദിനം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. ചില വിഷമതകൾ, ചില ഭാരങ്ങൾ, ചില വേദനകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രിയമുള്ളവരെ, അത് മാറ്റുവാനും കർത്താവ് സമ്പന്നനാണ്. എന്ന് പറയുമ്പോൾ അതിനുള്ള നീക്കുപോക്ക് കർത്താവിന്റെ കരങ്ങളിലുണ്ട്. അത് വചനത്തിൽ കൂടെ തരണമോ, ഒരു കൂട്ടായ്മയിൽ കൂടെ തരണമോ, ഒരു ദൈവദാസനെ അയച്ചു തരണമോ, വേറെ പുതുവഴിയിൽ കൂടെ ഒരുക്കണമോ, അല്ല ആ പ്രശ്നം എന്നേക്കുമായി മാറ്റണമോ, ആ പ്രശ്നത്തിന്റെ മധ്യേ പുതുവഴി തുറക്കണമോ, ഇവയൊക്കെ തമ്പുരാന്റെ പദ്ധതിയിൽപ്പെട്ടതാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്: തമ്പുരാൻ നമ്മുടെ വേദനയും ദുഃഖത്തെയും മാറ്റുവാൻ മതിയായവനാണ്. അത് തീർത്തു തരുവാൻ സ്വർഗത്തിലെ ദൈവം സമ്പന്നനാണ്. ആകയാൽ വേദനയിലോ നിരാശയിലോ വിഷമത്തിലോ ഏതെങ്കിലും മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം,
അവരുടെ ഫീസ് അടയ്ക്കുവാനുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലം, ലോണിന് അപ്ലൈ ചെയ്തിട്ട് ലഭിക്കാത്ത ബുദ്ധിമുട്ടുകൾ, മാത്രമല്ല ആരോഗ്യ പ്രയാസങ്ങൾ, വിസയുടെ വിഷയങ്ങൾ, കടബാധ്യതകൾ, ജീവിതത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള നെടുവീർപ്പുകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, എന്താണ് നിങ്ങളെ അലട്ടുന്ന വിഷയം? അവയും തമ്പുരാന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. സകലത്തിനും കർത്താവ് മറുപടി തരുവാൻ, പ്രതിവിധി തരുവാൻ ശക്തൻ തന്നെയാണ്. ഇന്നത്തെ ദിനം, ഈ വിശുദ്ധ ദിനം, ഈ വാഗ്ദത്ത വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നിങ്ങളെ സ്വർഗത്തിലെ ദൈവം പരിപാലിക്കട്ടെ. മനുഷ്യൻ വെച്ചിരിക്കുന്ന അതിർവരമ്പുകൾ, മതിലുകൾ, ഇവയൊക്കെ പൊളിച്ചുകൊണ്ട് ഏകരക്ഷകനും കർത്താവുമായ യേശുവിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ മുന്നേറാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും മറുപടി തരുവാൻ, ഉത്തരം തരുവാൻ, ആ പ്രതികൂലത്തിൽ നിന്ന് എന്നെ നിങ്ങളെ ഉദ്ധരിക്കുവാൻ സ്വർഗത്തിലെ ദൈവൻ സമ്പന്നനാണ്. ആ സമ്പന്നനായ ദൈവം എന്നോട് നിങ്ങളോട് കൂടെയുള്ളിടത്തോളം കാലം നമ്മെ മുട്ടുകുത്തിക്കുന്ന ദൈവമല്ല, മറ്റൊരാളുടെ മുമ്പിൽ തലകുനിപ്പിക്കുന്ന ദൈവമല്ല. അവൻ പരീക്ഷയിൽ കൂടെ പോക്കുവഴിയും ഒരുക്കുന്ന ദൈവമാണ്. ആ ദൈവം ഈ വിശുദ്ധ ദിനം ജീവജലം ശ്രവിക്കുന്ന ഏവരെയും അനുഗ്രഹിക്കട്ടെ, തന്റെ കൃപയാൽ നടത്തട്ടെ. ഈ ദിനം വിടുതലിന്റെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമായി ദൈവകൃപയോടെ സ്വർഗീയ കരം തന്ന് നമ്മെ ഏവരെയും വഴി നടത്തട്ടെ. അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാൽവറിയിൽ കൂടെ ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, 2024 9-ാം മാസത്തിന്റെ 5-ാമത്തെയും അവസാനത്തെയും വിശുദ്ധ ദിനത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ പ്രവേശിപ്പിച്ചതിനായി സ്തോത്രം. ആത്മാവാകുന്ന ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ഇന്ന് ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. മനുഷ്യൻ വെക്കുന്ന വേറുകൃത്യങ്ങളൊന്നുമല്ല, യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുവനായ ഏകരക്ഷകനായ യേശുവിനെ വിളിച്ചപേക്ഷിക്കുവാനും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും തങ്ങളുടെ അപേക്ഷ അനുസരിച്ച് നൽകുവാൻ സമ്പന്നനായ ഒരു കർത്താവ് ഉയരത്തിൽ ജീവിക്കുന്നുവെന്ന് പൗലോസിൽ കൂടെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ജീവിതത്തിന്റെ വിവിധ ഭാരങ്ങളും വേദനകളും സങ്കടങ്ങളുമായി ഈ വിശുദ്ധ ദിനം അതിരാവിലെ ഞങ്ങൾ വന്നിരിക്കുന്നു. ഞങ്ങളുടെ വേദനയെ അവിടുന്ന് ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. സമ്പന്നനായ ദൈവം ഞങ്ങൾക്ക് വേണ്ടത് നൽകി ഇന്നത്തെ ദിനം പരിപാലിക്കണം. ദൈവദിനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന നിന്റെ എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. സ്വർഗീയ കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. സമ്പന്നനായ, പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്ന ഏകരക്ഷകനായ യേശുവിങ്കിലേക്ക് ഈ വിശുദ്ധത്തിന് നമുക്ക് അടുത്തു വരാം. നമ്മുടെ വിഷമതകൾ, ഭാരങ്ങൾ ഇറക്കി വെക്കാം. നിശ്ചയമായും നമുക്കതിന് മറുപടി നൽകും. ദൈവത്തിന്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമായി ആയിരിക്കുന്ന ഇടങ്ങളിൽ തമ്പുരാൻ പരിപാലിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.